ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റീപ്ലേ ആണ്. ഇത്രയല്ലേ ഒരു രസം കേട്ടത്. അങ്ങനെ കൊടുക്കുന്നു വാങ്ങുന്നു കൊള്ളാല്ലേ. എന്തായാലും ഞങ്ങളൊരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെഴുകൽ എന്ന് പറഞ്ഞ് ഒരു വലിയ വീഡിയോ ആയിരുന്നത്. അതിന് കാരണം ഫേസ്ബുക്കിലൊരു പേജുണ്ട്, കേരള ബോക്സ് ഓഫീസ്. ആ പേജിൽ ഞങ്ങൾക്കെതിരെ വന്ന ഒരു പോസ്റ്റ്, അത് ഞങ്ങൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അടിയിൽ ഒരുപാട് തെറി കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ രസകരമായിട്ട് വായിച്ചു, ആസ്വദിച്ചു, വിട്ടു. അതിനുശേഷം ആ വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ഇവർ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇതിന് നമ്മൾ അടുത്ത റിപ്ലൈ കൊടുക്കാൻ കാരണം ഇതിൽ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ പോസ്റ്റിന് ഇവർ റിപ്ലൈ തരാൻ സാധ്യത ഇല്ല എന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇവർ എന്തൊക്കെ നമ്മളെ കുറിച്ച് എഴുതിയാലും നമ്മളൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതല്ല, ഇവിടെ തീർത്തു. ലാസ്റ്റാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കൊണ്ടുവരുന്നതാണ്. റിപ്ലൈ തരൂല എന്ന് പറഞ്ഞതുകൊണ്ടാണോ? അല്ലെങ്കിൽ അതും നമ്മളങ്ങ് വിട്ടേനെ. റിപ്ലൈ തരില്ലാന്നോ? തനി കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ റിപ്ലൈ? ഞങ്ങൾക്ക് അല്ലേ, യൂട്യൂബ് സി മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് ഞങ്ങൾക്ക്, ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഈ അണ്ണാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി അത് എങ്ങനെയാണെന്നുള്ളത് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടാ അറിയാം. എന്താണെങ്കിലും വായിക്കാം കേട്ടോ പോസ്റ്റ്. ഈ പോസ്റ്റിന് മറുപടി പറയാൻ ഇവർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. തുടക്കം തന്നെ ഇതാണ്. കാരണം പിന്നെയും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഇവർ. എന്ത് എക്സ്പോസ് ആയി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലായത്. ഇനിയും എക്സ്പോസ്ഡ് ആകും എന്ന ഭയം ഇവരെ മൗനത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും. ഭയം എന്താ ഭയം ഇരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഭയം. അതും ഇങ്ങനത്തെ ഈ ഊച്ചാളി പോസ്റ്റ് ഉണ്ട്, ഭയം. അതെ, ഇത് ആദ്യമായിട്ട് തന്നെ ഇത് ആരൊക്കെ നമുക്ക് അയച്ചു തന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പേജ് തന്നെ നമ്മൾ കാണുന്നത്. സത്യമായിട്ടും ഇതൊക്കെ ആദ്യം ഞാൻ സത്യമായിട്ട് പറയാം. അതായത് ഞാൻ ആദ്യം ഫോളോ ചെയ്തിരുന്ന ഒരു പേജാണ്. ഇതിന്റെ പേരെന്താ? കേരള ബോക്സ് ഓഫീസ്. എന്നിട്ട് ഇതിൽ ചെയ്യുന്ന പരിപാടി എന്താ? അതിലേക്ക് വരാം. അത് പോസ്റ്റിലേക്ക് വരുമ്പോ ഞങ്ങള് നമ്മുടെ ക്രെഡിബിലിറ്റി ആണല്ലോ അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്ത് എന്ന് കഴിഞ്ഞ പോസ്റ്റിൽ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അതെന്താന്നറിയോ, അവർക്ക് ആ സാധനം ഇല്ല. മറ്റുള്ളവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്വന്തം ക്രെഡിബിലിറ്റി ഇല്ല. മറ്റുള്ളവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ നടക്കുന്ന ഒരു ചാനൽ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാധനം. ഓക്കെ, അതും മാന്യത വേണം ആദ്യം, അതിനുശേഷല്ലേ. അതായത് രണ്ട് കൈയും കാലും ഇല്ല എന്നിട്ട് പറയാണ് അവൻ വികലാംഗനാണ്, ഒരു വിരലില്ലാത്തവനെ കാണിച്ചിട്ടേ. എന്തായാലും കൊള്ളാം. അങ്ങനത്തെ അവസ്ഥ. അടുത്ത പാരഗ്രാഫ് വായിക്കാം. മമ്മൂട്ടിയുടെ തുടർച്ചയായി 3 റിലീസ് സിനിമകളുടെ കനത്ത പരാജയത്തിനും പുറകെ ഇവർ ഉൾപ്പെടെ പോസിറ്റീവ് റിപ്പോർട്ട് പറഞ്ഞ ഡൊമിനിക് ഡിസാസ്റ്റർ ആയതിനും പിന്നാലെ ഇപ്പോൾ ബസൂക്കയും അതിലും വലിയ പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ ആർക്കായാലും ആരാധകരെങ്കിൽ ഉള്ളിലെ വിഷം അടക്കി പിടിക്കാനാകില്ല അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇതെന്തോ ആയിക്കോട്ടെ, ഇത് ആളുടെ അഭിപ്രായമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഈ പേര് മാറ്റിയിട്ട് വേണം അത് പറയാൻ, അല്ലേ? സത്യം. ഇതെന്താണെന്നറിയോ, ഒരു മോഹൻലാൽ ആരാധകൻ അങ്ങനെ പറയാൻ പറ്റില്ല. മോഹൻലാൽ ആരാധകൻ എന്നുള്ളത് ഒരിക്കലും ഒരു മോശം കാര്യമല്ലല്ലോ. ഒരു മമ്മൂട്ടി ഹേറ്ററിന് ഉണ്ടായ വേദനയിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നത്. തീർച്ചയായിട്ടും ഈ പേജ് നോക്കിയാൽ അറിയാം, ഇത് മോഹൻലാൽ ആരാധകന്റെയോ അല്ലെങ്കിൽ ഒരു സിനിമക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് കരുതി അതിന്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ഒരാളോ അല്ലത്. ഇത് ചുമ്മാ മമ്മൂട്ടി ഹേറ്റർ, അതാണ്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമല്ല. എന്താണെങ്കിലും അടുത്തത് വായിക്കാം. ഈ വീഡിയോ ചെയ്തതിൽ തന്നെ ഇവർ പറയുന്നു, അശ്വന്ത് ഗോക്ക് എമ്പുരാന്റെ നെഗറ്റീവ് റിവ്യൂ ചെയ്തപ്പോൾ മോഹൻലാൽ ഫാൻസ് അവനെ എതിർത്തു എന്നും ബസൂക്ക നെഗറ്റീവ് ചെയ്തപ്പോൾ അനുകൂലിച്ചു എന്നും. ഇത് യഥാർത്ഥത്തിൽ ഇവർ ബുദ്ധിപൂർവ്വം പറഞ്ഞതാണ്. ഇതിന്റെ സത്യാവസ്ഥ ഇതല്ല, അത് ഇനി പറയുന്നതാണ്. ഇയാൾക്ക് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ അറിയുള്ളായിരുന്നു. ആൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ കേട്ടോ. അല്ല, മറ്റുള്ളവരൊക്കെ ചോറിന് പകരം പിന്നെ ചാണകമാണല്ലോ നിന്നോണ്ടിരിക്കുന്നത്. ഇത് ആള് സ്വന്തമായിട്ട് കണ്ടെത്തിയൊന്നല്ല, ആളെ പ്രത്യേകം, അതായത് സർക്കാർ നിയോഗിച്ചതാണ്. അപ്പൊ ആള് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ ഒരാൾ ഞാൻ കണ്ടെത്തിയതാണെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സർക്കാർ നിയമിച്ച് ആ സർക്കാർ ഒരു ഇതിന് ഒരു പ്രത്യേക ഒരു ടീമിനെയൊക്കെ നിയോഗിക്കുമല്ലോ, അതുപോലെ ഇവരെ നിയോഗിച്ച് ഇവര് കണ്ടെത്തിയ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. ഇനി പറയുന്നതാണ് ആ സത്യാവസ്ഥ എന്താണെന്ന് ഇനി പറയുന്നതാണ്. അത് മൊത്തം കേൾക്കണം. ഓക്കെ, മമ്മൂട്ടി ആരാധകർ
ചെയ്തത് തന്ത്രപൂർവ്വം മോഹൻലാൽ ഫാൻസിന്റെ തലയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ഇവർ. കണ്ടോ എങ്ങനെയുണ്ട് ക്രെഡിബിലിറ്റി, എങ്ങനെയുണ്ട് നിലവാരം? ഒന്നാമത് ഇതിന്റെ മുന്നത്തെ പോസ്റ്റിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയായോ? അതായത് മമ്മൂട്ടി ഫാൻസ് ചെയ്തത് മോഹൻലാൽ ഫാൻസ് തലയിലേക്ക് വരുത്തി തീർത്തു. ഓ സൂപ്പർ. അടുത്തത്, അപ്പോഴും ഇവർക്ക് മമ്മൂട്ടി ആരാധകർക്കെതിരെ പറയാൻ മടിയാണ്. എന്നാൽ മോഹൻലാൽ ആരാധകരുടെ മേലെ പഴിചാരി മമ്മൂട്ടി ആരാധകരെ വെള്ളപൂശുകയാണ് ഇവർ ഈ വീഡിയോയിൽ പോലും ചെയ്തിരിക്കുന്നത്. അല്ല, ഈ മോഹൻലാൽ ഫാൻസിന്റെ അട്ടിപ്പറ അവകാശം എന്തായാലും ആള് ഏറ്റെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആള് ഫാൻസുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആണോ? ലോകത്ത് എല്ലാവർക്കും അയാളെ ഇഷ്ടമാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രമൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മോഹൻലാൽ ഫാൻസിനോട് ചോദിക്കുകയാണ്, ഈ മോഹൻലാൽ ഫാൻസ് എന്തിനും അത്ര അന്ധമായ ഫാനിസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്, അത് വെച്ചിട്ടാണ് എന്തിനും നമ്മൾ അളക്കുള്ളൂ. തീർച്ചയായും എന്തിനും നമ്മൾ വിട്ടുകൊടുക്കുള്ളൂ എന്തെങ്കിലും കാര്യം. അതെ, എലോൺ സിനിമ വന്നു, എന്താ സംഭവിച്ചത്? നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഒരാളെ കാണാനില്ലായിരുന്നല്ലോ. എന്താണ് ഫാനിസം? അത്രേ ഉള്ളൂ, ഈ ടെറിട്ടറിയിലില്ലായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും കൊടുക്കുന്ന പൈസയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ കുറച്ച് മോഹൻലാൽ ഫാൻസ്, കുറച്ച് മമ്മൂട്ടി ഫാൻസ്, നിങ്ങളൊക്കെ കയറിയിട്ടല്ല ഈ മമ്മൂട്ടിന്റെ സിനിമയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ സിനിമയോ വിജയിപ്പിക്കുന്നത്. അത് വെറും മണ്ടത്തരമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ഒരു സ്വന്തം സ്വത്താണല്ലോ അല്ലെ. പല സമയത്തും നമ്മൾ പല കമന്റുകളും കാണാറുണ്ട്, അതായത് നിങ്ങൾ മോഹൻലാലിന്റെ കാര്യം നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഒരിക്കലും അത് നിങ്ങളല്ല, ഞങ്ങൾ തീരുമാനിക്കും ഏത് സിനിമ കാണണ്ടെന്നുള്ളത്. നമ്മള് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ളതിന്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആര് കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അതാണ് നിങ്ങളോട്. നമ്മുടെ ചാനലിലാണ് ഇടുന്നതെങ്കിലും ആര് കാണണം എന്നുള്ളത് ആ കാണുന്നവരുടെ ചോയ്സ് ആണ്. അത്രേ ഉള്ളൂ. അവർക്ക് കാണണേ കാണാം, അത്രേ ഉള്ളൂ. മോഹൻലാൽ സിനിമ ചെയ്യുന്നത് നിങ്ങൾ മോഹൻലാൽ ഫാൻസിന്റെ അണ്ണാക്കിലേക്കാണല്ലോ, അല്ല നിങ്ങൾ മാത്രം കാണാൻ വേണ്ടി. അല്ല, മോഹൻലാൽ ഫാൻസിന് വേണ്ടി മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ലാലേട്ടനോട് ഞങ്ങൾക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ലാലേട്ട, നിങ്ങൾ ഫാൻസിന് വേണ്ടി മാത്രമാണോ സിനിമ ചെയ്യുന്നത്? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്? ഈ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? അത് ലാലേട്ടനും പറഞ്ഞിട്ടില്ല, മമ്മൂക്കയും പറഞ്ഞിട്ടില്ല. ആരും രണ്ടുപേരും അല്ല, ഒരു നടന്മാരും പറയില്ല. അത് അവർക്കറിയാം, അത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായ പോയി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അജിത്തൊക്കെ ആദ്യം തന്നെ ഈ ഫാൻസ് അസോസിയേഷൻ തന്നെ ഒഴിവാക്കിയത്. അത് ഇമാതിരി സാധനമായിരിക്കും അവർക്കും അറിയാം. ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്നറിയോ? അതായത് ഇവർ ഇനി ഒരാളെ മാത്രം ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല കേട്ടോ, അത് വേറെ കാര്യം. ആ ആളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നല്ലത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതല്ല അവർ ചിന്തിക്കുക. ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, അവരുടെ കാര്യം നോക്കാതെ മറ്റുള്ളവർ അവരൊക്കെ ഇവരുടെ എതിരാളികളാണ്, ശത്രുക്കളായിട്ട് ഇവർ കാണും. എന്നിട്ട് അവർക്കെതിരെയുള്ള കുപ്രചരണങ്ങളാ. അതെ, പിന്നെ എതിരാളികൾക്ക് എന്താണോ കുറവുള്ളത് അത് നോക്കി പിടിക്കുക. സ്വന്തം അല്ലെങ്കിൽ സ്വന്തം കുറവുകൾ കാണൂല. അതായത് എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ കുറവുകൾ. ഇപ്പൊ ഇത്രയും വലിയ ഡയലോഗ് അടിക്കണ്ടല്ലോ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാരെയും നമ്മൾ അതിനകത്ത് പെടുത്തൂല ഒരിക്കലും. അതെ, എല്ലാരും അതിൽ പെടുത്തൂല. ചില ഫാൻസ് ഇങ്ങനെയുള്ളവര് മോഹൻലാൽ ഫാൻസ് എന്ന് പറയുമ്പോൾ അവർ തിരിച്ചറിയണം കേട്ടോ. ഇങ്ങനെയുള്ള ഫാൻസ് എവിടെയായിരുന്നു? 4-5 പടം അടുപ്പിച്ച് പൊട്ടി മറ്റേ പറത്തി കളഞ്ഞപ്പം ഒരു മനുഷ്യനെ കാണാനില്ലായിരുന്നല്ലോ. ഇവർ ഇങ്ങനെയാണെങ്കിൽ ഇവര് മാത്രം കയറിയായിരുന്നെങ്കിൽ ആ സിനിമകൾ വിജയിച്ചാലോ മതിയല്ലോ. എന്തുകൊണ്ട് ആരും പോയില്ല? ഇപ്പൊ ഒരു സിനിമ വന്നു, എമ്പുരാൻ വന്നു, അതൊരു ആവറേജ് റിപ്പോർട്ട് ആയതുകൊണ്ട് ഇതെല്ലാം തലപൊക്കി വന്നേക്കുക. അല്ലെങ്കിൽ ഒരാളെ കാണാനില്ലായിരുന്നു. എന്നിട്ടോ അതിനെ കുറിച്ചൊന്നല്ല. എന്നിട്ട് മറ്റുള്ളവരുടെ ഇവര് പറയാണ് ഇവർക്ക് മമ്മൂട്ടി ഫാൻ ആണെന്ന് പറയുന്നത് എന്തോ കുറച്ചിൽ പോലെയാണെന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അതായത് അപ്പോൾ എന്താ ഇപ്പോൾ ഫാൻസ് ആവുക ഇല്ല എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടീമിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ചാനലിന്റെ പേര്? കേരള ബോക്സ് ഓഫീസ്. നിങ്ങളുടെ അങ്ങനെ ഒരു പേരിൽ വരുന്ന പോസ്റ്റ് എന്താ? ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നതിന് തെറ്റില്ല. അതായത് ആ ആളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള പോസ്റ്റ് ഇപ്പോൾ ഏത് പോസ്റ്റും സപ്പോർട്ട് ചെയ്ത് ഇടാം. പക്ഷെ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ബ്രഹ്മയുഗം പോലും നെഗറ്റീവ് പറഞ്ഞ് അതിന്റെ കളക്ഷൻ പോലും താഴ്ത്തി കാണിച്ച അതാണ് ആ ടീം. അവരുടെ അടുത്തൊന്നും പിന്നെ ഇതിൽ കൂടുതലൊന്നും വരൂല. അത് കാരണം ഇവര് പല സമയത്തും ബാക്കി പറയാം തെറ്റിദ്ധരിപ്പിക്കണം അല്ലേ? കേരള ബോക്സ് ഓഫീസ് എന്നുള്ള പേരിൽ ഇപ്പോൾ ഇതിൽ എത്രയൊക്കെ ഫോളോവേഴ്സ് ഉണ്ട്? 30K സംതിങ് ഉണ്ട്. ഈ ഫോളോവേഴ്സിനെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ മമ്മൂട്ടി ഹേറ്റർ എന്നുള്ള രീതിയിലല്ല. പേജിന്റെ എന്താ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകൻ എന്നുള്ള രീതിയിലും അല്ല നിങ്ങളുടെ ചാനൽ പോയിരിക്കുന്നത്. ഇതറിയാത്ത ഒരുപാട് ആൾക്കാർ ഇത് ലൈക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്.
അതെ, ശരിക്കും നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം മറ്റുള്ളവരെ ചെക്ക് ചെയ്യാൻ. എന്താണെങ്കിലും ഇതിന് ബാക്കി കുറെ ഉണ്ട്, അതുകൊണ്ട് വായിക്കാം കേട്ടോ. ലോക കള്ളൻ. അതെ, എന്നിട്ട് അവരും കള്ളന്മാരല്ലേ, അവരും കള്ളന്മാരല്ലേ. സ്വന്തം കള്ളനായതുകൊണ്ട് മറ്റുള്ളവരെ കള്ളന്മാരായിട്ട് തോന്നും. കണ്ണിൽ അങ്ങനെ തോന്നുള്ളൂ. മഞ്ഞപ്പിത്തം എല്ലാവർക്കും അതായത് മഞ്ഞയായിട്ട് തോന്നുന്നു. അതെ, അടുത്തത് വായിക്കാം. ഇവർ സത്യം മറച്ചു വെച്ച് ഇവിടെയും മറച്ചു വെച്ചിട്ടാണ് പറയുന്നത്. ആ സത്യം നേരത്തെ മോള് ഫാൻസ് ആണ് ഇത് ചെയ്യുന്നത്. അത് എന്നിട്ട് മോഹൻലാൽ ഫാൻസിന്റെ തലയിലിട്ടു എന്നുള്ള സത്യം അല്ലേ? അത് ഒന്ന് എഴുതി തരണേ. സർട്ടിഫിക്കറ്റ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അത് വിളിച്ചു പറയാം, ഇതാണ് സത്യം. അടുത്തത്, എമ്പുരാന്റെ അനൗൺസ്മെന്റ് മുതൽ ഇപ്പോഴും തുടർച്ചയായി ഡീഗ്രേഡ് ചെയ്യുന്ന മമ്മൂട്ടി ഫാൻസ് ആണ്. എമ്പുരാന്റെ റിവ്യൂ നെഗറ്റീവ് പറഞ്ഞപ്പോൾ അശ്വന്ത് കോക്കിനെ പുകഴ്ത്തിയത്. ഒടുവിൽ ബസൂക്കയ്ക്ക് കോക്ക് നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഇവർ കോക്കിനെതിരെ തിരിഞ്ഞത്. ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് പറയുന്നു അശ്വന്ത് ശരിയല്ല എന്ന്. അതാണ് യഥാർത്ഥത്തിൽ ഡബിൾ സ്റ്റാൻഡ്. നല്ല ഡബിൾ സ്റ്റാൻഡ് ആണല്ലോ. പറഞ്ഞെന്താ ഇതല്ലേ ഡബിൾ സ്റ്റാൻഡ്? അതായത് ബസൂക്ക സിനിമയുടെ റിവ്യൂ വന്നു, അപ്പോ മമ്മൂട്ടി ഫാൻസ് പറയുന്നു ഏത് അശ്വന്ത് കോക്ക് ശരിയല്ല എന്ന്. അതെ, അത് മമ്മൂട്ടി ഫാൻസ് ആണ് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മറ്റേ ലോജിക് ആണെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതാണെങ്കിൽ മോഹൻലാൽ ഫാൻസ് ആയിട്ട് മമ്മൂക്കയുടെ തലയിലിട്ടാണെങ്കിലോ മമ്മൂട്ടി ഫാൻസിന്റെ തലയിലിട്ടാണെങ്കിലോ പിന്നെ അപ്പോ രണ്ട് സ്റ്റാൻഡ് എവിടെയാണ് ചിന്തിച്ചാൽ മതി കേട്ടോ. സ്വന്തം പോസ്റ്റിലുണ്ടല്ലോ. അതെ, ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അടുത്തത്, ബസൂക്കയിൽ അതിനാടകീയമായി ഉറക്കം വരുന്ന തരം അഭിനയം നടത്തിയ മമ്മൂട്ടി ആക്ഷൻ രംഗങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ വീഴുമെന്ന നിലയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതന്നെ ഇതാണ് ഇത്രയും നിലവാരമില്ലാത്ത ഒരുത്തന്റെ പേജിലെ ഇതിലാണ് ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നത്. സാധാരണ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. ഇതൊന്നും പറയാതെ മമ്മൂട്ടി ഒരു രക്ഷയുമില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ ഇവരുടെ കടുത്ത ആരാധന കാണാം. എന്താടാ പ്രശ്നം? എന്താടാ ആരാധന തോന്നിയ എന്താ പ്രശ്നം? മമ്മൂക്ക സൂപ്പർ തന്നെയാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താണോ കുറവായിട്ട് തോന്നിയത് അത് ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒലിച്ചിട്ട് ഇനി അടുത്ത പോസ്റ്റ് ഇറങ്ങുന്നല്ലാണ്ട് അല്ല. അടുത്തത്, ഇനി മമ്മൂട്ടി ആരാധകരെ മറ്റു നടന്മാരുടെ ആരാധകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഉദാഹരണം ഇപ്പോൾ നടക്കുന്നത് തന്നെ പറയാം. ആള് കണ്ടുപിടിച്ച ചില നവരസങ്ങളുണ്ടെന്ന് തോന്നില്ല, അതേപോലത്തെ രസങ്ങളിൽ വരുന്നതാണ്. അടുത്തത്, ബസൂക്കയുടെ ഒരു പോസ്റ്റ് ചെയ്യാൻ പോലും മമ്മൂട്ടി ആരാധകർ തയ്യാറാകുന്നില്ല. എമ്പുരാന്റെ ഡീഗ്രേഡിംഗ് ഇപ്പോൾ ഇവർ തുടരുന്നു. മമ്മൂട്ടി ആരാധകർ അടുത്തതായി തുടരും ഡീഗ്രേഡിംഗ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഫാൻസിനെ വെള്ള പൂശിയിട്ട് മോഹൻലാൽ ഫാൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഇവരെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ എന്താണെന്നറിയോ? ഇയാൾക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യങ്ങളാ. അതായത് ഇയാൾ കണ്ടുപിടിച്ചേക്കാണ് കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ തന്നെ തുടരും സിനിമയ്ക്ക് ഡീഗ്രേഡിങ് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ കളങ്കാവലിന് നിങ്ങൾ ഇപ്പൊ തന്നെ ഡീഗ്രേഡിങ് തുടങ്ങി എന്ന് പറഞ്ഞൂടെ? മമ്മൂട്ടി സിനിമ അടുത്ത റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ് കളങ്കാവൽ. അത് മോഹൻലാൽ ഫാൻസ് അല്ല, അത് മമ്മൂട്ടി ഫാൻസ് അല്ല. മോഹൻലാൽ ഫാൻസ് എന്തെന്ന് അവിടെ ഇവിടെ നിൽക്കാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കും. അതാണ് ആദ്യം പറഞ്ഞ സാധനം, ക്രെഡിബിലിറ്റി. ആ സാധനം ഉണ്ടാവണം. അടുത്തത്, മോഹൻലാലിനെ ആക്ടിങ്ങിൽ സിനിമകൾക്ക് എല്ലാം നല്ലതിനും മോശത്തിനും എടുത്ത് തലയിൽ വെക്കാനോ പ്രശംസിക്കാനോ വേണ്ടി അല്ല ഇതൊന്നും പറയുന്നത്. എന്നാൽ മോഹൻലാലിനെ അയാളുടെ സിനിമകളെ വിമർശിക്കുമ്പോൾ ഇല്ലാത്ത വിഷമം മമ്മൂട്ടിയെ അയാളുടെ സിനിമകളെ വിമർശിക്കുമ്പോൾ എന്തിനാണ് എന്നതാണ് ചോദ്യം. സത്യമായിട്ടും ഇതിനെ മമ്മൂട്ടിക്ക് ഡിസേർവിംഗ് അല്ലാത്ത ഓവർ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് പലരും. അത് വെൽ ക്രിയേറ്റഡ് ആണ്. അത് ഈ എഴുതിയ ആൾക്കാണ് ആള് ഡിസേർവിംഗ് അല്ലാന്ന് തോന്നുന്നത്. അതെ, മറ്റുള്ളവർക്ക് വേറെ ചിന്താഗതിയാണ്. വേറുള്ളവരോട് എല്ലാം കൊടുത്തത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളതൊന്നും നോക്കിയായിരിക്കൂല. അങ്ങനെയല്ല ലോകം, മനസ്സിലായോ? ഇതിലെ ബാക്കിയുള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മോശം അഭിനയത്തെ, സിനിമകളെ വിമർശിക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളതുപോലെയാണ് ഇവരെ പോലുള്ള കടുത്ത ആരാധകരുടെ പ്രതികരണങ്ങൾ. ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളതേ. മറ്റുള്ളവരുടെ സിനിമ, ഇത് നിങ്ങളുടെ അഭിപ്രായം. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ലാലേട്ടന്റെ മോശം സിനിമകളെ അഭിപ്രായം പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഇത് വീണ്ടും അത് എമ്പുരാനിലേക്ക് തന്നെ എത്തിപ്പോവാണ് ഇത് പറഞ്ഞു വരുമ്പോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരള ബോക്സ് ഓഫീസ് എന്നുള്ള പേര് വിട്ടിട്ട് ഈ മോഹൻലാൽ, മമ്മൂട്ടി, അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ സിനിമാ നടന്മാരുണ്ട്. ഇവരുടെ ഒക്കെ കുറവുകൾ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം.
അല്ലെങ്കിൽ പറയണം. എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് മാത്രം നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അതാണ് അതെന്തുകൊണ്ടാണെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഇവിടെ എക്സ്പോസ് ആവുന്നത് ആരാന്ന് ചിന്തിക്കും. നിങ്ങൾ തന്നെയാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴെങ്കിലും പറയണ്ടേ ഈ രീതിയിലുള്ള, ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സിമ്പിളായിട്ട് സംസാരിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഏത് സമയത്തും മോഹൻലാലിനെ പൊക്കാൻ പറ്റും, മമ്മൂട്ടിനെ പൊക്കാൻ പറ്റും, നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് പറയാൻ പറ്റും, പോസിറ്റീവ് വരുന്ന സമയത്ത് പോസിറ്റീവും പറയാൻ പറ്റും. രണ്ടുപേരുടെ കാര്യത്തിൽ. കാരണം എന്താണെന്നറിയോ, അതിന് ഞങ്ങൾ ആദ്യമേ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? രണ്ടുപേർക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് കഴിവുകൾ ഇല്ലാത്തതും ഉണ്ട്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ല, മനസ്സിലായില്ല. അത് തിരിച്ചറിയുന്നിടത്ത് ഇത് മനസ്സിലാവും. അടുത്തത് ബാക്കിയും കൂടെ വായിക്കണല്ലോ. ടോക്സിക് മമ്മൂട്ടി ആരാധകരെ പോലെ അല്ല മോഹൻലാൽ ആരാധകർ. കാരണം മോഹൻലാൽ ആരാധകർ എമ്പുരാന്റെ പ്രമോഷൻ ചെയ്യാതെ, തുടരും പ്രമോഷൻ ചെയ്യാതെ ബസൂക്കയ്ക്കും കളങ്കാവലിനും എതിരെ 24 മണിക്കൂർ ഡീഗ്രേഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയല്ലാന്ന്. ഇതിനകത്ത് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ടോക്സിക് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, മോഹൻലാൽ എല്ലാ ഫാൻസും അല്ല കേട്ടോ, എല്ലാരെയും പറയാൻ പറ്റൂല്ലോ ഒരിക്കലും. അന്ധ ഫാൻസ് ഉണ്ട്. ഈ ടൈപ്പ് ആൾക്കാർ, ഈ എഴുതിയ ആളില്ലേ, അതായത് പെടും. അത് 1 2 എത്ര ആൾക്കാരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ എഴുതിയ ആൾക്കാർ അല്ലെങ്കിൽ എഴുതിയ ആള്, ആ ആളിൽ പെടുന്ന ഗണത്തിൽ പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് എണ്ണത്തിൽ കൂടുതലാണ് മോഹൻലാൽ ഫാൻസിന്റെ കാര്യത്തിൽ. എമ്പുരാൻ സിനിമക്ക് വേണ്ടി ഞങ്ങൾ എത്ര വീഡിയോ ചെയ്തു, സിനിമ വന്നതിന് ശേഷം ഞങ്ങൾ എത്ര വീഡിയോ ചെയ്തു. പിന്നെ എന്താണെന്നിട്ട് പറയുന്നത് തിരിച്ചാ പറയുന്നത്. അന്നൊക്കെ എന്തായിരുന്നു, അന്ന് ഇത് ചെയ്യ അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പം അതേ ആൾക്കാരുടെ മാറ്റം ഞങ്ങൾക്ക് ഒറ്റയടിക്ക് മാറ്റം. അതാണോ ടോക്സിക്, അതോ നമ്മളാണോ, നമ്മളെ പോലുള്ളവർ പറയുന്നത് കൊണ്ടാണോ നമ്മളെ ടോക്സിക് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മമ്മൂട്ടി ഫാൻസിന്റെ ഇടയിലും ഇങ്ങനത്തെ ഉണ്ട്, മമ്മൂട്ടി ഫാൻസിലും ഉണ്ട് ഇതേ സെയിം അവസ്ഥ. ഞങ്ങൾക്ക് ഇത്രയും സംഭവം ഉണ്ടായിട്ടില്ല. അതൊരു സത്യം. ഒരു ഫാൻസിന്റെ ഇപ്പോ ദളപതി വിജയിന്റെ ഫാൻസിലും ഉണ്ട് ഇങ്ങനത്തെ കുറെ എണ്ണം. അത് അന്ധം ഫാൻസിന്റെ മെയിൻ പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അടുത്തത് വായിക്കാം. എന്നാൽ മമ്മൂട്ടി ആരാധകർ മമ്മൂട്ടി സിനിമകളെ തിരിഞ്ഞു നോക്കാതെ എമ്പുരാന്റെയും തുടരുമിന്റെയും ഡീഗ്രേഡിങ്ങിലാണ്. എന്തൊക്കെ ആള് തന്നെ സ്വയം കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്തി. എന്നിട്ട് ഈ കണ്ടെത്തിയിൽ ഒരു പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ പിടി ആൾക്കാരിൽ നിന്ന് ഇത്രയും പിടി മമ്മൂട്ടി ഫാൻസ് ആണെന്നും ഇത്രയും പിടി ഈ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യില്ല അതുപോലെ മോഹൻലാൽ ഫാൻസ് ആണെന്നും ആള് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി എന്ത്, ഇത് മമ്മൂട്ടി ഫാൻസ് ആണ് ഈ ചെയ്യുന്നത് മൊത്തം. അടുത്തത് സംശയം ഉണ്ടെങ്കിൽ ഏതൊരു ആരാധകന്റെയും പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അത് കറക്റ്റാണ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. പോസ്റ്റിൽ നിന്ന് അതിന്ന് കണ്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഭയങ്കരം തന്നെ. സൂപ്പർ സൂപ്പർ. ഞങ്ങളെന്താ മെഷീനൊക്കെ ഉണ്ടെന്ന് പോസ്റ്റുകളിൽ നിന്ന് മാത്രം കണ്ടുപിടിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യുക, ഈ പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റിൽ നിന്നും കൂടെ കണ്ടുപിടിക്കും. അതാകുമ്പോ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പോസ്റ്റും കമന്റ്സും കൊടുക്കും, എന്നിട്ട് മണത്തോക്കും. ഇത് ഒറിജിനൽ മമ്മൂട്ടി ഫാൻസ്. ഇത് ഓക്കെ, ഇത് മോഹൻലാൽ ഫാൻസ്. ആൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, ഗംഭീര കഴിവ്. ഞങ്ങൾ മനസ്സിലാക്കി. അടുത്തത് ഇതിന്റെ ബാക്കിയാണ്. ഇതാണ് കേൾക്കേണ്ടത്. മോഹൻലാൽ തനിക്ക് ചെയ്താൽ ശരിയാവാത്തത് കൊണ്ട് ഒഴിവാക്കിയ ഒരുപാട് കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എങ്കിൽ ഒരു 10 എണ്ണം ഇവർ പറയട്ടെ വിത്ത് പ്രൂഫ്. ഒഴിവാക്കിയതിന് എങ്ങനെയാണ് പ്രൂഫ്? ഇവിടെ അതായത് ഇത്രേ ഉള്ളൂ. മോഹൻലാൽ എത്ര സിനിമകൾ ചെയ്തു, മമ്മൂട്ടി എത്ര സിനിമ ചെയ്തു? നമ്മൾ കോമൺ ആയിട്ട് പറയുള്ളൂ. മോഹൻലാൽ 350-ലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയും 300 സംതിങ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? 400 400 മുകളിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ചെയ്തിട്ടില്ലേ? ഇതല്ലാതെ അതിൽ ചെയ്ത കഥാപാത്രങ്ങളല്ലാത്ത കുറേ കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ അവർക്ക് കിട്ടാത്തതാ. ഇനി ഇതിന്റെ ബാക്കിയും കൂടെ വായിച്ചിട്ട് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അത് വന്നിട്ട് ഒഴിവാക്കിയെന്നല്ല, ഒന്നെങ്കിൽ ഒരു എഴുത്തുകാരൻ തന്നെ തീരുമാനിക്കും. ഇപ്പോ ഉദാഹരണം പറയാം, ചോക്ലേറ്റ് സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം. ഏത് ചോക്ലേറ്റ് സിനിമയിലെ പൃഥ്വിരാജ് എന്ന കഥാപാത്രമല്ലേ, അത് മമ്മൂട്ടിക്ക് മുതലും കിട്ടാത്തതാണ്. അത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രം. സംശയമുണ്ടോ? ഇനി ആ സ്ക്രിപ്റ്റ് മുന്നിലെത്തി. സ്ക്രിപ്റ്റ് എഴുതിയ ആള് തന്നെ തീരുമാനിച്ചു, സംവിധായകനും ഒക്കെ തീരുമാനിച്ചു ലാലേട്ടനും മമ്മൂക്കൊന്നും പറ്റൂല എന്ന് ഒഴിവാക്കി. അതിനുശേഷം ഇനിയിപ്പോൾ അത് തീരുമാനിച്ചു കൊണ്ടേ കൊടുത്തു. ആരത് ഇവരെ മുന്നിലെത്തിച്ചു, അവരത് ഒഴിവാക്കും. ഇനി ഇതിന്റെ ബാക്കിയും കൂടെ വായിച്ചാൽ കറക്റ്റ് കിട്ടും. അതായത് തിരക്ക് കാരണം ഒഴിവാക്കിയതുണ്ട്,
പിന്നെ മറ്റൊരാൾ ചെയ്താൽ നന്നാകും എന്ന് പറഞ്ഞതുകൊണ്ട്. എന്റെ പൊന്നു ബ്രോ, അതാണ് പറയുന്നത്. അയാൾക്ക് അത് ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് മറ്റേ ചെയ്താൽ ശരിയാവും, അത് തന്നെയാണ് ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. അല്ലാതെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഒഴിവാക്കാട്ടെ എന്ന് അതിന്റെ പ്രൂഫും കൊണ്ട് നടക്കുന്നതല്ല. താൻ ചെയ്താൽ ശരിയാവില്ല എന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ആ സിനിമ ഒഴിവാക്കും. അത് തന്നെയാണ് ഒഴിവാക്കി എന്ന് പറയുന്ന കാര്യം. മമ്മൂട്ടി മറ്റേ ജിത്തു ജോസഫിന്റെ സിനിമ ഉണ്ടല്ലോടാ, ദൃശ്യത്തിന്റെ അല്ലേ? ദൃശ്യമല്ല, പൃഥ്വിരാജ് മെമ്മറീസ്. അത് കുറച്ചും കൂടി യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ, അതായത് തൻ്റെ അത്ര ഏജ് ഇല്ലാത്ത ഒരാൾ ചെയ്താലേ നന്നാവുള്ളൂ എന്നുള്ള സജഷൻ വെച്ചതിന് ശേഷമാണ് പൃഥ്വിരാജ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അതെ. അപ്പോൾ അതിനർത്ഥം ആ കഥാപാത്രം ആൾക്ക് സ്യൂട്ടല്ല എന്നുള്ളതാണ്. ആണേ, അത് ആള് തീരുമാനിക്കുന്നതാണ് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അതെ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ ലോകത്ത്, ഇഷ്ടം പോലെ. അതാണ് പല കഥാപാത്രങ്ങളും അങ്ങനെയാണ്. അതായത് അവർ ചെയ്താൽ ശരിയാവില്ല എന്ന് അവർക്ക് നല്ല ധാരണ ഉണ്ട്. ഇയാൾക്ക് ധാരണ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലാലേട്ടനും മമ്മൂക്കൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവർക്കറിയാം ഇവരെ പോലെ ഈ പൊട്ട ഫാൻസിന്റെ വിവരമല്ല അവർക്കുള്ളത്. ഇതുപോലെ അതിന്റെ ബാക്കി കൂടെ വായിക്കണം, ഞാൻ വായിച്ചു തരാം. അതായത് ഞാൻ അഭിനയിച്ചാൽ ശരിയാവില്ല എന്നതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് മോഹൻലാൽ ഒഴിവാക്കി ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഒന്നും ഇല്ലാന്ന്. നല്ല ആളാ. അത് കണ്ടെത്തിയ മറ്റൊരു മിഷൻ ഭയങ്കര കണ്ടെത്തലാട്ടോ. എന്നാ ഒരു കാര്യം, ഇപ്പൊ നമ്മോട് പ്രൂഫ് ചോദിച്ചല്ലോ, കുറച്ച് പ്രൂഫ് കാണിച്ചോണ്ടാ. മോഹൻലാല് ഇത് ഇങ്ങനെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ പ്രൂഫുകളൊന്നും കാണിച്ചോണ്ട്. ഈ ചെയ്ത സിനിമകളെല്ലാണോ പ്രൂഫ്? എന്നാൽ അതിന്റെ അപ്പുറം സിനിമകൾ ആള് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇറങ്ങിയത് വെച്ചിട്ട് ഇപ്പൊ ഏഞ്ചൽ ജോൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? ഏഞ്ചൽ ജോൺ വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഫാൻസ് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ കഥാപാത്രം ലാലേട്ടൻ ചെയ്തത്? അതെ, തോന്നിയിട്ടില്ലേ? അപ്പോൾ ആ കഥാപാത്രം ചെയ്ത കഥാപാത്രം തന്നെ എന്തിനിത് സ്യൂട്ടാവാത്ത സാധനമാണെന്ന് പ്രേക്ഷകർ പറയുന്നു, ഇല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തിനാണ് സ്ക്രിപ്റ്റൊക്കെ നോക്കാതെ ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്, കമ്മിറ്റ്മെൻ്റ് ഒക്കെ നോക്കി എന്തിനിത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനർത്ഥം അവിടെ ഒരു ലോജിക്ക് ഉണ്ട്. സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കഥാപാത്രം തനിക്ക് ചേരുന്നതാണോ നോക്കിയിട്ട് എടുക്കണം എന്നല്ല അതിൻ്റെ ഉദ്ദേശിക്കുന്ന ലോജിക്ക്. പിന്നെ അപ്പോൾ അതിനർത്ഥം തന്നെ എന്താണ്? തനിക്ക് പറ്റാത്തത് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത്രയും സിനിമ അവർ ചെയ്തു, ഇവർ കേട്ടിരിക്കുന്ന സ്ക്രിപ്റ്റിന്റെ എണ്ണം അത്ര സ്ക്രിപ്റ്റാ? ഇവർ പുറത്തിറക്കിയ സിനിമകളുടെ അതേ എണ്ണാണോ അവർ കേട്ടിരിക്കുന്ന സ്ക്രിപ്റ്റിന്റെ എണ്ണം? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. ഇനി ഇതിന്റെ ബാക്കിയും കൂടെ വായിച്ചു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇയാൾ എന്ത് പൊട്ടത്തരാണ് എഴുതി വെച്ചേക്കുന്നത്. 2000 എനിക്ക് തോന്നുന്നു ഇവര് ശരിക്ക് ഒരു ദിവസം തന്നെ 1-2 സ്ക്രിപ്റ്റ് വെക്കുന്നുണ്ടാവും. പിന്നെ ഒരു ടീം ഇഷ്ടം പോലെ. ബാക്കിയും കൂടെ വായിച്ചു തരാം. പിന്നെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു നടന്മാരുടെ ചില കഥാപാത്രങ്ങൾ എടുത്തിട്ട് അത് തനിക്ക് പറ്റാത്തതായിരിക്കും എന്നൊക്കെ, അല്ലാതെ ചെയ്താൽ ശരിയാവില്ല, തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് ഇവർ പറയുന്ന പോലെ കുറേ ഒന്നുമില്ല, വെറുതെ അങ്ങ് പറയുകയാണ്. ഇതാണ് ഞങ്ങളും ചോദിച്ചത്, ഞങ്ങളോട് പ്രൂഫ് ചോദിച്ചതുപോലെ നിങ്ങൾ പ്രൂഫ് കാണിച്ചോണ്ട. ലാലേട്ടൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഏതൊക്കെ സിനിമ? ഇപ്പൊ ജസ്റ്റ് വെറുതെ ചോദിക്കും, ബ്രഹ്മയുഗം പോലെ ഒരു സിനിമ ലാലേട്ടൻ ചെയ്ത് അങ്ങനെ ഉണ്ടാവും? നമുക്കിപ്പോ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ ജിമ്മിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 2 അന്തം എന്ന് പറഞ്ഞാൽ അന്തം ഫാൻസ് ആയിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഉണ്ടായിരുന്നു. അവര് ഒരു ചിത്രം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു പുലിമുരുകന്റെ സമയത്ത്. വലിയൊരു മരത്തടി, വലിയ മരത്തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നീളണ്ടേ, അതിന്റെ വണ്ണം എന്ന് പറഞ്ഞാൽ വലുതാ, ഇത്ര ഉണ്ട്. ആ സാധനം ഏറ്റി നിൽക്കുന്നതാണ് ഒരു ഫോട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ്റെ കഴിവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തോണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, എൻ്റെ ചെങ്ങായി ഇത്രയും വലിയൊരു തടി അത് ആളുടെ ഷോൾഡറിൽ വെച്ച് കൊടുത്തിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താങ്ങാൻ നിൽക്കുകയാണോ ഒരാൾ ചെയ്യാൻ? അഭിനയിക്കാൻ ഇത് വെച്ച് അഭിനയിക്കുന്ന എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ തന്നെ അത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു അത്രയും വലിയൊരു നടനെ കൊണ്ട് വലിയൊരു 100-150-250 കിലോ ഉള്ള മരം എടുത്ത് തോളെ വെച്ച് അഭിനയിപ്പി അങ്ങനെ ചെയ്യിപ്പിക്കുന്നു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആ പറയുന്ന കാര്യം ഇവരുടെ വിചാരം എന്താ അറിയോ? മോഹൻലാലിന്റെ നടനും മോഹൻലാൽ എന്ന വെയിറ്റ് ലിഫ്റ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വെയിറ്റ് ലിഫ്റ്റർ ആണോ മോഹൻലാൽ? ഇവര് നടനല്ലേ? അല്ല എന്നിട്ട് അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിന്റെ മറ്റൊരു ഫോട്ടോ വന്നു. അതായത് അപ്പുറ സൈഡിൽ നിന്നുള്ള ഒരു ഫോട്ടോ. ഈ സിനിമയിലുണ്ടോ ഈ സീന്? ഇല്ല സിനിമയിലുണ്ട്. മറ്റേ ആ ഇവിടേക്ക് പോണ വേള, മറ്റേ
മലയാറ്റൂര് പോണ ഒരു സാധനം മാത്രം ആ പുലിമുരുകൻ, അത് ചെറിയ ചെറിയ പീസുകളാ, വലുതൊന്നും അല്ല. ഓക്കെ, അപ്പൊ അപ്പുറത്തുള്ള ഫോട്ടോയില് തെർമോക്കോള് ഈ PVC പൈപ്പ് ഇല്ലേ, അത് വലിയ പൈപ്പ് നടുക കീറിയിട്ട് ഉള്ളൊക്കെ ഫുള്ള് പൊള്ളയാണ്. എന്നിട്ട് ഇത് ആർട്ട് വർക്കൊക്കെ എന്തിനാന്നുള്ള ചിന്ത പോലും ഇല്ലേ. ഒറിജിനൽ മരം വെച്ച് താഴെ കൊടുക്കുന്നാണ് ഇവരൊക്കെ വിചാരം. ചിന്തിച്ചോണം. ബോധം അങ്ങനെയാണെങ്കിൽ ആ ബോധം വെച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാഹുബലിയിലെ പോത്തൊക്കെ ഒറിജിനലായിട്ട് വരണം. എന്താ ചെയ്യാ, വലിയ സംഭവല്ലേ ബാഹുബലിയൊക്കെ സ്വന്തമായിട്ട് അത്രയ്ക്കും. അതാണ് ഇത്രയ്ക്കും കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇവര്. ഇതിനകത്ത് വേറെ കാര്യം ഒന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ വന്നേക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കണം. ലാലേട്ടന്റെ, നമ്മളിപ്പോ എമ്പുരാൻ സിനിമയില് നിങ്ങൾ എപ്പോഴെങ്കിലും ലാലേട്ടന്റെ അഭിനയം, ലാലേട്ടൻ എന്താണെന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട്. ആ ലാലേട്ടനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് സ്റ്റാർഡം, അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ആളുടെ സ്റ്റാർഡം വെച്ചിട്ട് മാത്രമാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ ലാലേട്ടൻ അഭിനയിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ലാലേട്ടന്റെ അഭിനയം എന്താണെന്ന് ആ സിനിമയിൽ എവിടെയും കാണിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ തുടരും സിനിമേന്റെ ടീസറോ ട്രെയിലറും വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, ലാലേട്ടൻ കാണിക്കുന്ന കുറെ സംഭവങ്ങൾ, ഇതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഫാനിസം വെച്ചിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 6-ാം തമ്പുരാനൊക്കെ ഉണ്ട്, എത്രയുണ്ട് ലാലേട്ടന്റെ കാട്ട സാധനങ്ങള്. അതെ, നടനെ യൂസ് ചെയ്യുമായിരുന്നു. അത് വേറൊരു ചെയ്ത് കാണിക്കട്ടെ, അത് നമുക്ക് ചോദിക്കാനുള്ളതാണ്. പിന്നെന്താ ചെയ്ത് കാണിക്കട്ടെ, കഴിയൂല. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയാത്ത കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെയുള്ളത്. സത്യം, എണ്ണത്തിൽ കുറവാണ് ചെയ്യാൻ പറ്റുന്നത്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാളും സിമ്പിൾ ആയിട്ട് ലാലേട്ടൻ ചെയ്യുന്നത്. ലാലേട്ടന്റെ ക്യാരക്ടറുകൾ നമ്മളിപ്പോ എന്താണെന്നറിയോ, ലാലേട്ടന്റെ മികവിനെ കുറിച്ച് പറയുന്നതല്ല, ഈ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പോസ്റ്റിലെ ഓരോ സംസാരം, ആൾക്ക് ഒരു സംഭവം ഇത് എഴുതിയിടുമ്പോ താൻ തന്നെ തന്റെ നിലവാരം അവിടെ തുറന്നു കാണിക്കുന്നുണ്ട് എന്നെങ്കിലും കരുതണ്ടേ. അതെ, ഇതിനകത്ത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യത്രേ ഉള്ളൂ. ഈ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും മറ്റുള്ള നടന്മാരാണെങ്കിലും ഇവരെയൊന്നും വിലയിരുത്താനുള്ള യോഗ്യത പോലും നമ്മളെ പോലുള്ള ആൾക്കാർക്കില്ല. അതായത് അഭിനയത്തിന്റെ കാര്യത്തിൽ കേട്ടോ. മറ്റുള്ളതൊക്കെ ഓക്കെ, അല്ലാതെ അവര് ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിലെ അതിനകത്ത് അത് ചെയ്യണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് ഇവരെയൊക്കെ അഭിനയം പഠിപ്പിക്കാൻ പോകാൻ വേണ്ടി നിൽക്കാൻ പറ്റും നമുക്ക്? വിലയിരുത്താനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കഥാപാത്രങ്ങളൊക്കെ എഴുതിയിട്ട് ഓരോ കയ്യിലേക്ക് സംവിധായകരും എഴുതുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇന്ന ആൾക്കാണ്. ഇവരുടെ കഴിവില്ലായ്മയും തിരിച്ചറിഞ്ഞിട്ടാണ് ഇതൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് സിനിമകളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒഴിവാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടെണ്ണം. എന്താണെങ്കിലും ഈ പോസ്റ്റ് ഇട്ട ആളെ എന്താ പറയാ, നല്ല വിവരം. എന്തായാലും വെറുതെ നല്ല ഇതാണ് ശരിക്കും അന്തം. അതാണ് സത്യമായിട്ട്. അതുകൊണ്ടാണല്ലോ, അതായത് തൻ്റെ ഇഷ്ട നടൻ്റെ മറ്റു കാര്യങ്ങളൊന്നും തുറന്നു കാണിക്കാതെ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ, കേരള ബോക്സ് ഓഫീസ് എന്ന പേരും വെച്ച് അത് എതിരാളിയാണ് എന്ന് കരുതുന്ന ഒരാളുടെ, ഒരു നടൻ്റെ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇരുന്ന് ബോക്സ് ഓഫീസിൽ വരുന്ന കളക്ഷൻ്റെ അത് കുറച്ച് കാണിച്ച് ആളങ്ങനെ ഉറക്കം തൂങ്ങി, അതായത് വീഴുമെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. എന്താ നിലവാരം? ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതായത് ഈ ഒറിജിനൽ അന്തം ഫാൻസ് ഉണ്ടല്ലോ, അതാണ് ഈ പോസ്റ്റ് എഴുതിയ ആളെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ള ലാലേട്ടൻ ഫാൻസിനെ കൂടെ പറയിപ്പിക്കുന്ന ഇമ്മാരി സാധനങ്ങളാ. ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചില്ലേ, അതായത് നിങ്ങൾക്ക് എന്താ മമ്മൂട്ടി ഫാനാണെന്ന് സമ്മതിക്കാത്ര ബുദ്ധിമുട്ടാണ്. മമ്മൂട്ടി ഫാൻ ആയിരുന്ന കാലഘട്ടം അന്ന് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടി ഫാനാണെന്ന് പറയും. ഇപ്പൊ അല്ലാന്നേ. ഇപ്പൊ ആളോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, മമ്മൂട്ടിയുടെ നല്ല ഒരു 5 പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന പറഞ്ഞാൽ ഇരുന്ന് വേർക്കും, താല്പര്യപ്പെടാതെ പറയാൻ ബുദ്ധിമുട്ടി കഴിയുമോ? ഞങ്ങൾ എപ്പോഴെങ്കിലും ലാലേട്ടനെ, അതായത് നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തോരം ഇഷ്ടത്തോടെ ഞങ്ങൾ പറയുന്നത്. അല്ല, അതൊക്കെ അഭിനയടാ. അത് ശരിയാ, നമ്മൾ അഭിനയിക്കുന്നതാണ്. അതായത് അതെന്തിനാന്നറിയോ, അതായത് നമുക്ക് റീച്ച് കിട്ടാനും പൈസ ഉണ്ടാക്കാനും നമ്മൾ ലാലേട്ടനെ വെച്ചിട്ട് ഇതും പറയാം. അതായത് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ മോഹൻലാൽ വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഞങ്ങളുടെ ചാനൽ എടുക്കുക, 4000-ലേറെ വീഡിയോസ് ഞങ്ങളുടെ ചാനലുണ്ട്. ഓക്കെ, 100 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഏറ്റവും ഇടിച്ചുകുത്തി മോഹൻലാൽ ഫാൻസ് നമ്മുടെ പേജിലേക്ക് വന്ന, അതായത് യൂട്യൂബ് ചാനലിലേക്ക് വന്ന ഒരു നിമിഷമാണ് എമ്പുരാൻ സിനിമയുടെ റിലീസിന് മുൻപ്. അന്നാണ് തുടരും സിനിമയുടെ ട്രെയിലർ വന്നത്. ഇതുവരെ 1 ലക്ഷം വ്യൂസ് ആയിട്ടില്ല.
അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങള് തീരെ മമ്മൂട്ടിയുടെ വീഡിയോസ് ചെയ്യാതിരുന്ന ഒരു സമയമാണ് ഈ എമ്പുരാൻ്റെ സമയത്ത്. അതിന് ഞങ്ങൾ ബസൂക്ക സിനിമയുടെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ എത്ര വ്യൂസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇനി ഭീഷ്മപർവത്തിൻ്റെ ട്രെയിലറും ടീസറും എടുക്കുക, ഇതിൻ്റെ റിയാക്ഷൻ നോക്കുക. ഓക്കെ, മലയക്കോട്ടെ വാലിബൻ എന്തോരം വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ്, അതിന് ഇതുവരെ 1 ലക്ഷം വ്യൂസ് ആയിട്ടില്ല. ഇനി മാർക്കോ സിനിമ ഉണ്ട്, മാർക്കോ സിനിമയുടെ 5 വീഡിയോസ് അടുപ്പിച്ച് ലക്ഷങ്ങളാണ് കയറിയിട്ടുള്ളത്. ഏത് മാർക്കോ സിനിമയുടെ റിവ്യൂ 2 ലക്ഷം. 2 ലക്ഷം തന്നെയാണ് ഏതിൻ്റെതും എമ്പുരാൻ്റെതും. ഓക്കെ, അത്രയും ഹൈപ്പുള്ള സിനിമ. മാർക്കോ സിനിമയുടെ റിലീസിന് ശേഷം ഞങ്ങൾ ഇട്ടിരിക്കുന്ന മറ്റു വീഡിയോസ് അതൊക്കെ ഓരോ ലക്ഷങ്ങൾ കയറിയിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ മോഹൻലാലാണ് നിങ്ങൾക്ക് വ്യൂസ് കൊണ്ടുവരുന്നത് എന്നുള്ളത് പറയരുത്. അത് മാത്രം എല്ലാവർക്കും ഇവിടെ ആൾക്കാരുണ്ട്, അതാണ് എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. പക്ഷെ ഇതുപോലത്തെ ഫാൻസ് മറ്റുള്ളവർക്ക് കുറവാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്കും ഫാൻസ് ഒക്കെ ഉണ്ട്. അവർ ഇങ്ങനത്തെ വർത്താനൊന്നും പറഞ്ഞുകൊണ്ട് വരില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഓക്കെ, അവർ ജസ്റ്റ് കാണുന്നില്ല, ലീവ് ഇറ്റ്, പോയി. അല്ലാണ്ട് അപ്പുറത്ത് പോയിരുന്നിട്ട് മറ്റേ ആളെ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ പോസ്റ്റ് ഉണ്ടാക്കിയിരുന്ന പരിപാടിയൊന്നും അവരാരും ചെയ്യുന്നില്ല. എന്താണെങ്കിലും എന്തായാലും ഗംഭീരമാകട്ടെ. ഇനി ഇതിനൊരു മറുപോസ്റ്റുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. നമ്മളത് നിർത്തിയതാണ്. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം ചെയ്യേ. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് ഫാൻസ് ഉണ്ടല്ലോ നമ്മളെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ കുറെ തെറി വന്നു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ സന്തോഷം വരുന്നു. നിങ്ങൾ സന്തോഷിച്ചോ, നോ പ്രോബ്ലം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.